ഈ ഞായറാഴ്ച വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വേദനകളിലായിരിക്കുന്ന ഈ ലോകത്തോട് ചേർന്ന് കർത്താവെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഞങ്ങളുടെ വേദനകളിലേക്കും ഞങ്ങളുടെ പ്രയാസങ്ങളിലേക്കും ഇറങ്ങി വരുന്ന അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ ആരാധനയിൽ ഭവനങ്ങളിൽ അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കൃപയുടെ തണലിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 6-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 6. ജ്ഞാനകീർത്തനങ്ങളിൽ 6-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവാ ദൈവത്തിങ്കിൽ നിന്നും കർത്താവാ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇത് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവ് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ത്രിത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ഞങ്ങളുടെ വേണ്ടി എടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ
ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി നമുക്ക് ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും നിങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിസ്തൃതങ്ങളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴയേറ്റ് പറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യത്വ പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന് മോഹത്തിനായിട്ട് ഞങ്ങളിന് മേൽ ദൈവഭക്തിയോട് നീതിയോട് സ്വഭാവത്തോട് നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് ഒന്നാം പാഠം ഇപ്പോൾ വായിച്ചു കേൾക്കാം. ഇന്നത്തേക്കായി രചിച്ചിരിക്കുന്ന ഒന്നാം പാഠം 18 ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. Genesis chapter 18 verses 1 to 10. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അവസാനം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകൾ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിലിരിപ്പേൽ ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞ പോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്ന്, നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ചൊരു ബാല്യക്കാരന്റെ മക്കൾ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്ത് പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്ത കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു.
അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന്, കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഒരാണ്ട് കഴിഞ്ഞ് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. പാഠം അവസാനിച്ചു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 15-ാം സങ്കീർത്തനം, സാംസ് 15, 15-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് ഉരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദമെന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവർ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ആദ്യങ്ങളുടെ നീക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. Gospel according to Saint John, chapter 21, verses 1 to 14. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയതുമില്ല. യേശു അവരോട്, വന്ന പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരെ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നാം കേട്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ജ്ഞാനകീർത്തനങ്ങളിൽ 338-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 138-ാമത്തെ കീർത്തനം, ഹിം നമ്പർ 138. Yeah.
പ്രാർത്ഥിക്കാം. ഞങ്ങളെ തേടി ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരുന്ന ദൈവമേ സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹര പ്രഭാതത്തിൽ ഞങ്ങളുടെ വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പലയിടങ്ങളിലായി അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ പല ഭവനങ്ങളിലിരുന്ന് അങ്ങേ ആരാധിക്കുമ്പോഴും മഹത്വപ്പെടുത്തുമ്പോഴും വചനം കേൾക്കുമ്പോഴും ഒക്കെ അങ്ങയുടെ കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, ബലഹീന അടിയുടെ നാവോടുകൂടി ഇരിക്കണമേ. കേൾക്കുന്നതിൻ്റെ മക്കളുടെ മനസ്സുകളെല്ലാം ഒരുക്കണമേ. ഞങ്ങളുടെ ചിന്തയും ധ്യാനവും ഒക്കെ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനിടയാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഞായറാഴ്ച കൂടി പല ഭവനങ്ങളിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നമുക്ക് നൽകുന്ന വലിയ സാവകാശത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിലിരുന്ന് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ ലോക്ക്ഡൌണിന്റെ കാലയളവിലൊക്കെയും ദൈവത്തെ കൂടുതലായി യഥാർത്ഥമായി അറിയുവാനും ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമൊക്കെയും പൂർത്തീകരിപ്പാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഇന്ന് നാം വായിച്ചു കേട്ടതായ വേദഭാഗത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു വീണ്ടും തന്റെ ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതായ വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. വീണ്ടും തങ്ങളുടെ പഴയ പ്രവൃത്തിയിലേക്ക് പോയ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വീണ്ടും കർത്താവ് തേടി വരുന്നതായിട്ട് നാം കാണുന്നു. ഒരുമിച്ചുള്ള നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഇന്ന് ലഭിച്ചിരിക്കുന്ന വിഷയമെന്ന് പറയുന്നതും ക്രിസ്തുവിന്റെ ആതിഥ്യത്തിലേക്കുള്ള ക്ഷണമാണ്. ഇൻവിറ്റേഷൻ ടു ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി, അവന്റെ ആതിഥേയത്തിലേക്കുള്ള ക്ഷണമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതിഥിയും ആതിഥേയനും തമ്മിലുള്ള ബന്ധം വളരെ പരിചിതമാണ്. ഗസ്റ്റും ഹോസ്റ്റും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രണ്ട് വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കിന് അവിടെ ഒരു സ്നേഹത്തിന്റെ അധിഷ്ഠിതമായ രണ്ട് വാക്കുകളാണ് എന്ന് മനസ്സിലാക്കി. അതിഥിയാകാനും ആതിഥേയത്വം അരുളുവാനുമൊക്കെയും നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. ദൈവവും ചിലപ്പോൾ നമ്മുടെ ആതിഥ്യത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു അതിഥിയായും അവൻ ഒരു ഹോസ്റ്റായിട്ടും ഒക്കെ എപ്പോഴും നമ്മുടെ അടുക്കൽ ഉണ്ടാകാറുണ്ട്. ഉയർപ്പിന് ശേഷം രണ്ടാമത്തെ ഞായറായ ഇന്ന് നമ്മുടെ സഭാപഞ്ചാംഗത്തിലും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയും കാണുന്നത് ക്രിസ്തു ഒരു ആതിഥേയനായി നിന്നുകൊണ്ട് തന്റെ ശിഷ്യന്മാരെ ക്ഷണിക്കുന്നതായ ഒരു സാഹചര്യം കാണും. സ്ഥിരമായി വാസസ്ഥലമില്ലാതിരുന്ന അല്ലെങ്കിൽ ഒരു യാത്രയിലായിരുന്ന ഇസ്രയേൽ ജനതയുടെ ജീവിത ശൈലിയിൽ ഈ ആതിഥേയത്വ മനോഭാവം വളരെ ശക്തമായിരുന്നു എന്ന് കാണാം. പരസ്പര അനുരഞ്ജനത്തിന്റെ മനോഭാവത്തിന്റെ ബാഹ്യ പ്രകടനമായിരുന്നു ഈ ആതിഥേയ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് റെക്കൺസിലിയേഷൻ ബിറ്റ്വീൻ ദ ഗസ്റ്റ് ആൻഡ് ദ ഹോസ്റ്റ്, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ളതായ ഒരു പ്രകടമായ അനുരഞ്ജനത്തിന്റെ ഒരു മനോഭാവമായിട്ടൊക്കെ ഈ അതിഥിയും ആതിഥേയനും തമ്മിലുള്ള ബന്ധത്തെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു അതിഥിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ
ആ അതിഥിയുടെ സംരക്ഷണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ആതിഥേയനാണ് എന്ന്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കാണ് എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ജീവൻ ബലി കൊടുത്തും ഈ അതിഥിയെ സംരക്ഷിക്കുവാൻ ഒരുങ്ങുന്നതായ ഒരു സമൂഹത്തെ നമ്മൾ പഴയ നിയമ വേദഭാഗത്തിൽ മനസ്സിലാക്കും. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഈ സൊദോം ഗൊമോറയിൽ താമസിക്കുന്നതായ ഈ ലോത്തിന്റെ അടുക്കലേക്ക് വരുന്നതായ ആളുകളെ നാം കാണുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിഥിയായി വന്നവരെ നീചന്മാർ പിടിക്കുവാൻ വരുമ്പോൾ സ്വന്തം മകളെയും പൊൺകുബേനെയും വെപ്പാട്ടിയുമൊക്കെ വിട്ടു നൽകുന്നതായ ഒരു ആതിഥേയനെ ആ വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അതിഥി സൽക്കാരം മറക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ഓർപ്പിക്കുന്നത് ഈ ആതിഥേയൻ ആകുക എന്ന് പറയുന്നത് ഈ ഇസ്രയേലിനെ സംബന്ധിച്ചോളം, ഇസ്രയേൽ ജനതയെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു എന്ന് കാണും. പഴയ നിയമ വേദഭാഗത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ അബ്രഹാമിന്റെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതിഥിയെ കാണുമ്പോൾ സാഷ്ടാംഗം വീഴുന്നു, അവരെ അതിഥിയുടെ കാൽ കഴുകുന്നു, എണ്ണ കൊണ്ട് അഭിഷേകം നൽകുന്നു, ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ യാത്രക്കാർക്ക് പാലും തൈരും ഒക്കെ നൽകുന്നതായ സാഹചര്യം, അതിഥിയുടെ മൃഗത്തിന് വെള്ളവും തീറ്റയും ഒക്കെ നൽകുന്നതായ കാര്യങ്ങൾ, അവർക്ക് പ്രത്യേക ഭക്ഷണവും റൂമും ഒക്കെ ഒരുക്കുന്നതായ സാഹചര്യമെല്ലാം ഈ ഇസ്രായേൽ ജനതയുടെ ജീവിത ചര്യതയിൽ നമ്മൾക്ക് കാണാം. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനെ സംബന്ധിച്ചോളം പുതിയ നിയമത്തിലൊക്കെ നാം കാണുമ്പോൾ തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ക്രിസ്തുവിന് പ്രത്യേകിച്ച് വാസസ്ഥലങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ തന്റെ ശിഷ്യന്മാരുമായുള്ള 3.5 വർഷത്തെ ഈ യാത്രയിൽ പല സ്ഥലങ്ങളിൽ പാർത്തു പലരോട് ഒപ്പം താമസിച്ചതായ ക്രിസ്തുവിനെ കാണുന്നു. പലരുടെയും ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് പലരുടെയും ഭവനങ്ങൾ തങ്ങുന്നതായ മനുഷ്യനെ കാണുന്നുണ്ട്. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ക്രിസ്തു ആതിഥേയത്വം സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പരീശന്റെ ഭവനത്തിൽ ക്രിസ്തു ആതിഥേയത്വം സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട്. സക്കായുടെ ഭവനത്തിലേക്ക് ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഒരു അതിഥിയായിട്ട് ചെല്ലുന്നതായ ക്രിസ്തുവിനെ കാണുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ക്രിസ്തു ആതിഥേയത്വം സ്വീകരിക്കുന്നവനായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്ന ഈ വേദഭാഗത്തിൽ ആതിഥേയനായ ക്രിസ്തുവിനെയാണ് കാണുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആതിഥേയത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് ഈ വേദഭാഗം എന്ന് കാണും. തിബരിയാസ് കടൽക്കരയിൽ വെച്ച് പ്രഭാതത്തിൽ യേശുവും ശിഷ്യന്മാരും തമ്മിൽ കണ്ടുമുട്ടുവാനുള്ളതായ ഒരു സ്ഥലം ആയിരുന്നില്ല, മറിച്ച് അവരുടെ ശിഷ്യന്മാരുടെ വേദനയിലും ശിഷ്യന്മാരുടെ പ്രയാസത്തിലും ശിഷ്യന്മാരുടെ ഭീതിയുടെയും ഒക്കെ നടുവിൽ അവരെ തിരിച്ച് വിളിക്കുന്നതായ, അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിക്കൊണ്ട് ഒരു ആതിഥേയനായി നിൽക്കുന്നതായ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു അതിഥിയായി ഈ ശിഷ്യന്മാർ കടന്നു വരികയും ആതിഥേയനായ ക്രിസ്തുവിനെയാണ് ഈ തിബരിയാസ് കടൽക്കരയിൽ നാം കാണുന്നത്. ഈ വേദഭാഗം പല കാര്യങ്ങൾ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഹോസ്പിറ്റാലിറ്റിയിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ് ഈ വേദഭാഗത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഒന്നാമത് ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫോർ റീഅസസ്മെന്റ്. ഒന്ന്, വീണ്ടും വിലയിരുത്തുവാനുള്ളതായ, വീണ്ടും പരിശോധിക്കുവാനുള്ളതായ, ഒരു പുനഃപരിശോധനയ്ക്കുള്ളതായ ഒരു സമയമാണ് ഈ ക്രിസ്തുവിന്റെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. ഈ വേദഭാഗത്തിൽ കാണുന്നു, ഇവരെ ഈ നടുവിൽ ക്രിസ്തു ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അത് അവരെ സംബന്ധിച്ചോളം ഒരു ഹ്യൂമിലിയേഷന്റെ അല്ലെ അവരെ കെടുത്തുന്നതായ ഒരു ചോദ്യമായിട്ട് അവിടെ മനസ്സിലാക്കും. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചവരാണ് അവർ. എല്ലാം ഈ തിബരിയാസ് കടലിന്റെ മുക്കും മൂലയും ഒക്കെ അറിയാവുന്നവർ. ഇവരിവിടമെല്ലാം അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ, ഒന്നും കിട്ടാതെ, അല്ലെങ്കിൽ നിരാശരായി വേദനയോടെ നിൽക്കുന്നതായ ഒരു സമൂഹം. അവരോടാണ് ക്രിസ്തു ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്നുള്ളതായ ഒരു ചോദ്യം. ഒരു അന്വേഷകന് എങ്ങനെ അന്വേഷിക്കണം എന്ന് അറിയാം. ഒരു അന്വേഷണം, ഈ അന്വേഷണം ഒരുപക്ഷെങ്കിൽ അവരെ മാനസികമായി അവരെ ഡിസ്റ്റർബ് ചെയ്തിരിക്കാം. ഈ ചോദ്യം അവരുടെ മനസ്സുകളിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കാം. എനർജി മുഴുവൻ അവർ നഷ്ടപ്പെടുത്തി,
രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. പക്ഷെങ്കിൽ അതെല്ലാം വളരെ വേസ്റ്റായി പോയി നിൽക്കുന്നതായ ഒരു സാഹചര്യം, നിരാശരായി നിൽക്കുന്നതായ ഒരു അനുഭവം. അവിടെ അവർ പറയുന്നു, ഇല്ല, ഒന്നും ഇല്ല എന്ന് പറയുന്നതായ അനുഭവം. വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവർ ഉത്തരം പറയുന്നു എന്ന് കാണാം. ഈ ചോദ്യം അവരുടെ ഉള്ളിലേക്ക് നോക്കുവാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കാം, അവരുടെ ഹൃദയത്തിലേക്ക് നോക്കുവാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കാം. ഇന്ന് അവരെ തലേ രാത്രിയിലെ പ്രവർത്തനങ്ങളിൽ മാത്രം നോക്കുവാനല്ല, മറിച്ച് മുൻപിലേക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ പഴയ സാഹചര്യങ്ങളിലേക്ക് ഒന്ന് നോക്കുവാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കാം. വേദനയോടുകൂടി തങ്ങളുടെ ക്രിസ്തുവുമൊത്തുള്ളതായ ആ ശിഷ്യത്വ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ അവർക്ക് ഇടയായി. ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഒരു ഓഡിറ്റിംഗ് ആവശ്യമാണ്, ഒരു പുനഃപരിശോധിക്കുവാൻ, ഒരു റീ അസസ്മെന്റ്, വീണ്ടും വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? നാളിതുവരെയായിട്ടും എന്റെ അധ്വാനവും നാളിതുവരെയായിട്ടും ഞാൻ ചെയ്തതൊക്കെയും എന്റെ എനർജിയുമൊക്കെ നഷ്ടപ്പെടുത്തിയതിന്റെ മുൻപിൽ ഒരു ചോദ്യമുണ്ട്, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ ശിഷ്യത്വ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കുവാനുള്ളതായ ഒരു സമയമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫോർ റീ അസസ്മെന്റ്. രണ്ടാമത്, ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫോർ റീയൂണിയൻ. ക്രിസ്തുവിന്റെ ആതിഥേയത്വം ഒരു സമാഗമത്തിനുള്ള അല്ലെങ്കിൽ ഒരു കൂടിവരവിനുള്ളതായ ഒരു ആഹ്വാനമാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ചിതറിയ ശിഷ്യന്മാർ, ഭീതി നിറഞ്ഞ ശിഷ്യന്മാർ, ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം എന്ത് ചെയ്യുമെന്നുള്ളതായ ചിന്തയിൽ നിന്നവർ. ശിമോൻ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു. അത് കേട്ടുകൊണ്ട്, അവന്റെ വാക്ക് കേട്ടുകൊണ്ട് വീണ്ടും അവന്റെ പിന്നാലെ പോകുന്നതായ മറ്റ് ശിഷ്യന്മാർ. അപ്പോൾ ഇവിടെ ക്രിസ്തു ഇവരോട് ഈ ആതിഥേയത്വം ഒരുക്കിക്കൊണ്ട് ഇവരെ മടക്കി വിളിക്കുന്നതായ ഈ സാഹചര്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം കൂട്ടായ്മ അനുഭവിച്ചവർക്ക് നഷ്ടപ്പെട്ടു പോയതായ ആ കൂട്ടായ്മയിലേക്കുള്ള ഒരു മടങ്ങിവരവായിരുന്നു എന്ന് മനസ്സിലാക്കി. ഒരു ബന്ധത്തിൽ നിന്നിരുന്നവർ വീണ്ടും തങ്ങളുടെ പഴയ വേലയിലേക്ക് ഭീതിയോടുകൂടെ മടങ്ങിപ്പോയപ്പോൾ അവരുടെ ആ കമ്മിറ്റ്മെന്റിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതായ ഒരു വിളിയായിരുന്നു, ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു ഈ ക്രിസ്തുവിന്റെ ആതിഥേയത്വം എന്ന് കാണുവാൻ സാധിക്കും. അവനോടൊപ്പം ഉണ്ടായിരുന്നവർ, അവനോടൊപ്പം തുടക്കം മുതലേ ഇവനോടൊപ്പം പാലസ്തീൻ്റെതായ സാഹചര്യങ്ങളെല്ലാം സഞ്ചരിച്ചവർ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും അവരുടെ ജീവിതം പരാജയമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. കാരണം ക്രിസ്തു ക്രൂശിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ അവനെ തള്ളിപ്പറഞ്ഞതായ പത്രോസ് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്, വാ, ഞാൻ വരിക, മീൻ പിടിക്കാൻ പോകാം, ഞാൻ വീണ്ടും എന്റെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു എന്ന് മനസ്സിലാക്കി. ഇവരെല്ലാവരും സ്വയം പരാജിതരാണ് എന്ന് വീണ്ടും തെളിയിക്കുന്നതായ വേദഭാഗം ആയിരുന്നു. ക്രിസ്തു ഒരു കൂട്ടം ആളുകളെ ഒരു വോളണ്ടറി ആയിട്ട് അവരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരോട് എന്റെ പിന്നാലെ വരിക എന്ന് പറയുന്ന ഈ ക്ഷണിച്ച് കൂടെ കൊണ്ടുവരുമ്പോൾ, എന്നാൽ ഇവിടെ കാണുന്നത് ഒരു റിട്ടയർമെന്റ് എടുത്തുകൊണ്ട് വീണ്ടും ഈ കടലിനെ അവർ സ്വീകരിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നതായ സാഹചര്യമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വീണ്ടും തങ്ങളുടെ പഴയ വേലയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവർക്ക് അവരുടെ അധ്വാനവും രാത്രി മുഴുവൻ ഒന്നും ലഭിക്കാതെ ഇരിക്കുന്നതായ സാഹചര്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെ സംബന്ധിച്ചോളം അത് ഒരു നാണം കെടുത്തുന്നതായ ഒരു അനുഭവമായിട്ട് അവർക്ക് മാറുകയാണ്. അപ്പോൾ തിബരിയാസ് കടൽക്കര അവരുടെ മുൻപിൽ അന്ന് അവർക്ക് നിരാശയുടെയും മാനഹാനിയുടെയും ഒക്കെ ഒരു സാഹചര്യമായി മാറ്റപ്പെടുന്നു. ഈ സമയമാണ് അവർക്ക് ആയി കടൽക്കരയിൽ പ്രാതൽ ഒരുക്കുന്നതായ ക്രിസ്തുവിനെ അവിടെ കാണുന്നു. ഇവർ നിരാശരായി കടലിൽ ആയിരിക്കുന്നതായ ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കി അവരെ മടക്കി വിളിക്കുന്നതായ ഒരു ക്രിസ്തുവിനെ അവർ കാണുന്നു. മരിച്ചവരിൽ നിന്നിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ചൂട് പറക്കുന്നതായ പ്രാതൽ ഒരുക്കിക്കൊണ്ട് അവരെ തന്റെ ആ ആതിഥേയത്വത്തിലേക്ക് അതിഥികളായിട്ട് സ്വീകരിക്കുന്നതായ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നു. ഒരു പാചകക്കാരനായിട്ടും ഒരു പ്രധാന പാചകക്കാരനും ഒക്കെ ആയിട്ട് ക്രിസ്തു അവരുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇവിടെ എല്ലാത്തിനും ഒരു റിവേഴ്സ് ചെയ്തുകൊണ്ട്
ദൈവിക ദൗത്യം തുടർന്നു കൊള്ളുവാൻ അവരെ ആഹ്വാനം ചെയ്യുന്നതായ ക്രിസ്തുവിനെ കാണുന്നു. തിബരിയാസ് കടൽക്കര ശിഷ്യന്മാരെ സംബന്ധിച്ചോളം നിരാശയുടെ ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ആ നിരാശയിലെ സ്ഥലത്ത് നിന്ന് ഒരു കൂടിവരവിനുള്ള സാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതായ ക്രിസ്തുവാണ് ഈ തിബരിയാസിൽ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതായ ക്രിസ്തു. അതുകൊണ്ട് അവിടെ ഓർമ്മിപ്പിക്കുന്നത് ഏത് നിരാശയുടെയും നടുവിൽ കർത്താവ് നമ്മളെ തിരികെ വിളിക്കുന്നുണ്ട്. തന്റെ ആതിഥേയത്വം ഒരുക്കിക്കൊണ്ട് അവർ ക്രിസ്തു വിളിക്കുകയാണ്, മടങ്ങി വരുവാൻ വിളിക്കുകയാണ്, ഒന്ന് കൂടിച്ചേരുവാനുള്ളതായ ഒരു അനുഭവം അവിടെ ഉണ്ടാവുക. They all are united. അവിടെ അവർ ഒരുമിച്ച് വന്നു ചേർന്നു, ഒരുമിച്ച് ഐക്യമത്യത്തോടുകൂടെ വന്നു ചേരുകയാണ്. ആ കടൽക്കര അവർക്ക് ഒരു കൂടിവരവിനുള്ളതായ ഒരു സമാഗമത്തിനുള്ള ഒരു അനുഭവമായി മാറുന്നു എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ക്രിസ്തു പറയുകയാണ്, ഇതാ പ്രാതലൊരുക്കി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, വീണ്ടും എന്നോടൊപ്പമുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്ന് ക്രിസ്തു പറയുകയാണ്. അതുകൊണ്ട് ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫോർ റീയൂണിയൻ. ഒന്നുകൂടി കൂടി വരുവാനുള്ളതായ ഒരു ആഹ്വാനമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫോർ റീഡെഡിക്കേഷൻ. ഒന്നുകൂടെ പുനർപ്രതിഷ്ഠിക്കുവാനുള്ളതായ ഒരു ആഹ്വാനമാണ്, ഒരു ക്ഷണമാണ് ക്രിസ്തുവിന്റെ ആതിഥേയത്വം എന്ന് പറയുന്നത്. ശിഷ്യന്മാർ കടൽക്കരയിൽ എത്തിയപ്പോൾ അവരെ സ്വാഗതം ചെയ്തത് അവർക്ക് പ്രാതലൊരുക്കി നിൽക്കുന്നതായ ക്രിസ്തുവിനെയാണ് കാണുന്നത്. ചൂട് ബ്രേക്ക്ഫാസ്റ്റുമായി നിൽക്കുന്നതായ ക്രിസ്തുവിനെ അവിടെ കാണുന്നുണ്ട്. അവിടെ അവരെ സംബന്ധിച്ചോളം അവരുടെ മരവിച്ച രാത്രി മുഴുവൻ അധ്വാനിച്ചതായ കടലിന്റെ ആ ഒരു തണുപ്പിന്റെ സാഹചര്യത്തിലെല്ലാം അവർക്ക് പ്രാതൽ ഒരുക്കി അപ്പോൾ ചുട്ടതായ മീനും ആയിട്ട് നിൽക്കുന്നതായ ക്രിസ്തുവിനെയാണ് കാണുന്നത്. തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ചൂട് ഉള്ളതായ ഭക്ഷണം ഒരുക്കുന്നതായ ക്രിസ്തു അവരുടെ മരവിച്ച മനസ്സുകൾക്ക് ചൂട് നൽകുന്നതായ അനുഭവമായിട്ട് അവിടെ മാറുന്നു എന്ന് കാണാം. അതുകൊണ്ട് കർത്താവ് ഒരുക്കിയതായ ഈ ചെറിയ ചൂട് ക്രിസ്തു ഓർപ്പിക്കുന്നത് തന്റെ ദൗത്യം വീണ്ടും നിറവേറ്റുവാൻ ഉള്ളതായ, അവരെ എക്വിപ്പ് ചെയ്യുന്നതായ ഒരു സാഹചര്യമാണ്. അവിടെ അവരെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുവാനുള്ളതായ ഒരു വഴി അവിടെ ക്രിസ്തു ഒരുക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആതിഥേയത്വത്തിന്റെ കർത്താവിന്റെ മോഡൽ തളർന്നിരിക്കുന്നവർക്ക് ശക്തി പകരുന്നതായിരുന്നു എന്ന് മനസ്സിലാക്കാം. ശിഷ്യന്മാർ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി വീണ്ടും പ്രവർത്തിച്ചു എന്ന് ക്രിസ്തു അവരുടെ ജീവിതമാർഗമായി, അവരുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവനും ജീവിതമാർഗമായിട്ട് ക്രിസ്തു മാറുന്ന അനുഭവം അവിടെ ഉണ്ടാവുകയാണ്. ക്രിസ്തു ശിഷ്യന്മാരായ നാമും ഇന്നും ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുമ്പോഴും ക്രിസ്തുവിന്റെ ആതിഥേയത്വം നമ്മൾ തുറന്നു കാട്ടേണ്ടത് ആവശ്യമാണ്. കാരണം വേദനയിലിരിക്കുന്ന, മരവിച്ചിരിക്കുന്ന മനസ്സുകൾക്ക് ക്രിസ്തു നല്ല ചൂട് ഏറിയ പ്രാതൽ ഒരുക്കിക്കൊണ്ട് അവൻ നമ്മെ ക്ഷണിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് ഈ അവനിൽ നിന്ന് അനുഭവിച്ചതായ ഈ ചൂട് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനുള്ളതായ ആഹ്വാനം നമ്മളോട് നൽകുകയും സഭയായ വ്യക്തിജീവിതത്തിലൂടെയുമൊക്കെ ആവശ്യത്തിലിരിക്കുന്നവരെ തിരിച്ചറിയുവാനും ചെറുതും വലുതുമായി ഒക്കെ അവരെയൊക്കെ പരിചരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം ക്രിസ്തുവിന്റെ ആതിഥേയത്വത്തിലൂടെ സ്വീകരിച്ച നമുക്ക് തുടർന്ന് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തിബരിയാസ് കടൽക്കര ഒരു പുനഃപ്രതിഷ്ഠയുടെ അനുഭവമായിട്ട് മാറുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ഞായറാഴ്ചയും വചന കേൾവിയും ഒക്കെ നമ്മളെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കുന്ന അനുഭവങ്ങളായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. ഓരോ ആരാധനയും ക്രിസ്തുവിന്റെ ആതിഥേയത്തിലേക്കുള്ള ക്ഷണമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. നാം ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഭവനങ്ങളിൽ ഇരുന്ന് ആരാധിക്കുമ്പോൾ, ഭവനങ്ങൾ ആലയങ്ങളായിട്ട് മാറ്റപ്പെടുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് ഓരോ ആരാധനയും ഈ ക്രിസ്തുവിന്റെ ആതിഥേയത്വത്തിലേക്കുള്ള ക്ഷണമാണ് എന്ന് ഓർമ്മിപ്പിക്കുക. തിബരിയാസ് കടൽക്കരയിൽ പ്രാതൽ ഒരുക്കിയിരുന്നതായ ആ സ്ഥലത്തെക്കുറിച്ച് ഇന്ന് പറയുന്നത് മെൻസ ക്രിസ്റ്റി എന്ന് പറയുന്നതായ ഒരു ചെറിയ പള്ളി അവിടെ ഉണ്ട് എന്ന് പറയുന്നു. മെൻസ ക്രിസ്റ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മേശ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്.
തിബരിയാസ് കടൽക്കരയിൽ ഇന്ന് അല്ലെങ്കിൽ ഒരു മെൻസാ ക്രിസ്റ്റി ക്രിസ്തുവിന്റെ മേശ ഒരുക്കപ്പെടുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് അത് ക്രിസ്തുവിന്റെ ആതിഥേയത്തിലേക്കുള്ള ക്ഷണമാണ് എന്ന് ഓർമ്മിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെയും ഓരോ ആരാധനയിലും വിശുദ്ധ യൂക്രിസ്റ്റ് എന്ന് പറയുന്നതും ക്രിസ്തുവിന്റെ ആതിഥേയത്തിലേക്കുള്ള ക്ഷണമാണ് എന്ന് ഓർക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പിൻവാതിലൂടെ ക്രിസ്തുവിനെ ത്യജിച്ച് പോയിട്ടും അവരെ അന്വേഷിച്ച് വരുന്നതായ ഒരു സ്നേഹമുണ്ട്. അതാണ് ഈ ആതിഥേയന്റെ സ്നേഹം എന്ന് മനസ്സിലാക്കണം. അവർ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് വീണ്ടും തങ്ങളുടെ പഴയ പ്രവൃത്തിയിലേക്ക് പോയപ്പോൾ അവരുടെ ദൗത്യത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ തേടി വന്നതായ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ആതിഥേയന്റെ യഥാർത്ഥമായ സ്നേഹം അവിടെ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഓരോ വിശുദ്ധ മേശകളും ഓരോ വിശുദ്ധ ആരാധനയും അവന്റെ ആതിഥേയത്തിലേക്കുള്ള ക്ഷണമാണ് എന്ന് ഓർക്കുവാൻ സാധിക്കണം. ലോക്ക്ഡൌണിൽ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ, ഭവനങ്ങളിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ, ആരാധനകൾ നാം പങ്കെടുക്കുമ്പോൾ ചില ചിന്തകളും നമ്മുടെ മുൻപിലേക്കും കടന്നു വരേണ്ടത് ആവശ്യമാണ്. എത്ര പ്രാവശ്യം ഈ ക്രിസ്തുവിന്റെ ക്ഷണം നമ്മൾ നിരസിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം ഈ ക്ഷണം സ്വീകരിക്കുവാൻ ഒരുക്കമില്ലാതെ കടന്ന് ചെന്നിട്ടുണ്ട്? എത്ര പ്രാവശ്യം ഈ ക്ഷണം സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സുകൾ അനുവദിക്കാതെ ഒഴിഞ്ഞുപോയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ലോക്ക്ഡൌൺ കാലഘട്ടം അതിനുള്ള ചില അനുഭവങ്ങളായി, ചില സമയങ്ങളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ ഹോസ്പിറ്റാലിറ്റി ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫോർ റീഅസസ്മെന്റ്. Christ's hospitality is an invitation for reunion. Christ's hospitality is an invitation for rededication. അത് യഥാർത്ഥമായി അനുഭവിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിന്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത്. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകോത്തരനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവായ കന്യകയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന് കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരുടെ പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവ്വപിതാവായ ദൈവത്തിന്റെ ഭാഗത്തിരിക്കുന്നു. അവിടെ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗ്ഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത പേരുകൾ വായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത പേരുകൾ: Dr. Abraham M.I., Ms. Asha Achama Epen, Ms. Asha Epen, Mr. Clinton Thomas, Mrs. Siji John, Mr. Varghese P.V., Dr. Thomas Chaco, Ms. Ayana Laksan, Ms. Raya Ann George, Mr. Priju Varghese, Mrs. Sunu Philip, Mrs. Tangachi Joseph, Master Isaac George Matthew, Ms. Ashley Sarah Isho, Mr. Rohit John Matthews, Master Aditya V. Matthew, Ms. Christina Simpson, Mr. Dilip Abraham Matthew, Mr. Kurian TJ, Mrs. Darley M, Mr. A.B. Thomas M, Mr. Rennie B. Charles, Mrs. Eliama Thomas, Dr. Anita John, Mrs. Princey M. Solomon, Mr. Stephen George. Wedding anniversary celebrity ചെയ്ത പേരുകൾ വായിക്കാം. Mr. John Ibe and Mrs. Ria Mariam Jacob, Mr. Mohan Varghese and Mrs. Anita Varghese, Mr. Ebi Abraham and Mrs. Susan Abraham, Mr. Siju Jacob Varghese and Mrs. Lena Mary Jacob, Mr. Sam Koshi and Mrs. Rachel Sam, Mr. Thomas George and Mrs. Anna Thomas George, Mr. John Kurian and Mrs. Anu John, Mr. Manoj David and Mrs. Shireen Manoj, Mr. Dr. Kuruvila Thomas and Dr. Jesse Thomas,
Mr. Waki K.S. and Mrs. Eliama Waki, Colonel Thomas T. and Mrs. Susan Thomas, Mr. George E.J. and Mrs. Elizabeth George. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഞങ്ങളുടെ ആയുസ്സിൽ നാളുകൾ വർദ്ധിക്കുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ ദൈവമേ നല്ല കർത്താവേ, കഴിഞ്ഞ ആഴ്ചയിൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ ചേർന്ന് വരുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ ആലയത്തിൽ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ലെങ്കിലും ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് നിന്റെ മുഖത്തേക്ക് നോക്കുന്നു നാഥ. കർത്താവെ, സഭയായി പിറന്നാൾ ആഘോഷിച്ച, വിവാഹ വാർഷികം ആഘോഷിച്ച ഞങ്ങളെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ അവരെ സൂക്ഷിക്കണമേ, നിന്റെ കരുണയിൽ അവരെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രതിസന്ധികൾ നിറഞ്ഞതായി ലോകത്തിൽ പുതിയ വർഷം കർത്താവ് നിന്റെ മക്കൾക്ക് അനുഗ്രഹങ്ങളുടേതാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിന്റെയും നിന്റെ കരുതലിന്റെയും മനോഹാരിത തിരിച്ചറിയുവാൻ, അതിൽ ആശ്രയിപ്പാനും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ മക്കളുടെ പുതിയ വർഷത്തിലെ ജീവിതത്തിന് കോട്ടയും അനുഗ്രഹവുമായിരിക്കണം. നന്മകളാൽ നീ നിറയ്ക്കണം, ശക്തീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ നൊമ്പരങ്ങൾ, നമ്മുടെ ആകുലതകളൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഇടവകയായി പല ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവജനം ഒരുമിച്ച് മനസ്സ് അവിടുത്തെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളാകുന്നു ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. അനുഗ്രഹങ്ങൾ സാധ്യമാകുന്നത്, വിടുതൽ സാധ്യമാകുന്നത്, നന്മകൾ അനുഭവിപ്പാൻ ഇടയാകുന്നത് ഞങ്ങളുടെ ഒരുമയിലും ഞങ്ങളുടെ ഐക്യത്തിലുമുള്ള പ്രാർത്ഥനയിലാണല്ലോ. കർത്താവെ, ശരീരം കൊണ്ട് പലയിടങ്ങളിൽ ഞങ്ങളായിരിക്കുന്നുവെങ്കിലും കർത്താവെ, മനസ്സുകൊണ്ട് ഒന്നായി തീർന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു നാഥ. ദയവായ കർത്താവെ, ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന, ഞങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ നിരവധിയാണ്. കർത്താവെ, ആ വിഷയങ്ങളുമായി ഞങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനയുടെ ചങ്ങലയിൽ, ഈ ആരാധനയിൽ ഞങ്ങൾ ഒന്നുചേരുന്നു നാഥ. കർത്താവിന്റെ കരുണയിൽ നീ ഞങ്ങളെ സൂക്ഷിക്കണമേ. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിയോഗത്തിനായിട്ട്, നീ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമായ കർത്താവെ, നിറയുന്നതായ മിഴികളോടുകൂടി, തകർക്കപ്പെട്ടതായ ഹൃദയത്തോടുകൂടി, ഹൃദയത്തിൽ നിറയുന്ന വലിയ ഭാരത്തോടുകൂടി, നൊമ്പരത്തോടുകൂടി ഞങ്ങളിതാ അവിടുത്തെ സന്നിധിയിൽ തലകളെ വണക്കുന്നു. ഞങ്ങളുടെ ആന്തരികമായ കണ്ണുകളെ നിങ്കിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നു. ദൈവമേ, നിന്റെ സമാധാനം ഞങ്ങൾ ഹൃദയങ്ങളിൽ ഈ നിമിഷങ്ങളിൽ നീ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ആശ്വാസം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനോ നിങ്ങളോട് ലോകാവസാനത്തോളം വരെയും കൂടെയുണ്ട് എന്നത് നിന്റെ വാഗ്ദത്തമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ളത് നിന്റെ വാഗ്ദത്തമാണ്. കർത്താവേ, ഞങ്ങളുടെ വിശപ്പിനെ അടക്കുന്ന, ഞങ്ങളുടെ ദാഹത്തെ ശമിപ്പിക്കുന്ന, ഞങ്ങളുടെ ആത്മീയ ദാഹത്തെ ശമിപ്പിക്കുന്ന കർത്താവ് നിന്റെ ഇടപെടലുകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ലായിരുന്നു. കൂട്ടുവാൻ വല്ലതുമുണ്ടോ കുഞ്ഞുങ്ങളെ? ഞങ്ങളുടെ അധ്വാനം വൃഥാവായിരുന്നു. നിന്നെ കൂടാതെ ഞങ്ങൾ അധ്വാനിച്ചതൊക്കെ പാഴായിരുന്നു തിരിച്ചറിയുന്നു. എങ്കിലും കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുതറലിനും ശേഷം, ഞങ്ങളുടെ എല്ലാ ഉപേക്ഷിക്കലിനും ശേഷം കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി കനലിന്മേ ചുട്ട അപ്പവും മീനുമായി കാത്തിരുന്ന കർത്താവാണ്. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, ഞങ്ങളുടെ നൊമ്പരങ്ങൾ അറിഞ്ഞ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആകുലതകൾ അറിഞ്ഞ് കർത്താവെ, ഞങ്ങളുടെ തണുപ്പിനെ അകറ്റുന്നതായ ഭക്ഷണം കരുതിയതായ കർത്താവ് നീയാണ്. ഞങ്ങളുടെ നൊമ്പരങ്ങൾക്ക് ആശ്വാസം പകരാൻ നീ ഇന്നും മതിയായവനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളിതാ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് വരുന്നു കർത്താവെ. ഭാരത്തോടുകൂടി ഞങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നു നാഥ. കർത്താവെ, ഞങ്ങളുടെ ദേശം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കടന്നുപോകുന്ന തീവ്രമായ ഈ നൊമ്പരത്തിന്റെ മധ്യത്തിൽ, തീവ്രമായ ഈ വേദനയുടെ പശ്ചാത്തലത്തിൽ
കർത്താവെ, മനുഷ്യർ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവെ, ഞങ്ങൾക്ക് മറ്റഭയങ്ങളും സങ്കേതങ്ങളും ഒന്നുമില്ല എന്ന് വീണ്ടും സമ്മതിക്കുന്നു. കർത്താവെ, നിന്റെ ഇടപെടലുകൾക്കായിട്ട് നന്ദി കരേറ്റുന്നു നാഥ. ദൈവമായ കർത്താവെ, ഞങ്ങളിതാ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർന്ന് വന്ന് ഈ ലോകത്തിനു വേണ്ടി അപേക്ഷിക്കുന്നു നാഥ. കർത്താവെ, നിന്നെ വിളിച്ചപേക്ഷിക്കുവാൻ ഈ സഭയായി ഞങ്ങളെ തിരഞ്ഞെടുത്താക്കിയ വഴികൾക്കും വിധങ്ങൾക്കുമായിട്ട് സ്തോത്രം. കർത്താവ്, പ്രത്യേകിച്ച് ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് പരസ്പരം കാണുവാൻ കഴിയാതെയായിട്ട്, കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയാതെയായിട്ട് 1 മാസത്തിലധികമായിരിക്കുന്നു നാഥ. ദൈവമായ കർത്താവ്, എങ്കിലും ഈ പ്രാർത്ഥനയുടെ ചങ്ങലയിൽ ഞങ്ങൾ ഒന്നായിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 72 വർഷക്കാലം ഞങ്ങൾ മുഖാമുഖം അനുഭവിച്ച കൂട്ടായ്മയ്ക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിൽ നീ ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള വലിയ വിരുന്നിനായിട്ടും വലിയ കൂട്ടായ്മയ്ക്കായിട്ടും വീണ്ടും നന്ദി കരേറ്റുന്നു. എന്നാൽ കർത്താവെ, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ സഭയിൽ ഒരുമിച്ച് ചേർന്ന് നിന്നെ സ്തുതിപ്പാനുള്ളതായ അവസരങ്ങൾ കർത്താവെ എത്രയും പെട്ടെന്ന് അവിടുന്ന് സാധ്യമാക്കി തരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നൊമ്പരങ്ങളിൽ പ്രയാസങ്ങളിലായിരിക്കുന്ന ഞങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെ ഓർക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും നാഥ ഞങ്ങളിതാ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ്, ഈ മഹാനഗരത്തിൽ പലയിടങ്ങളിലായിട്ട് ഞങ്ങൾ ചിതറിപ്പാർക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകളിലൊക്കെ ഈ ദിവസങ്ങളിൽ ശുഭകരമല്ലാത്ത വാർത്തകൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. രോഗബാധിതരൊക്കെ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ വർദ്ധിക്കുന്നു. കർത്താവെ, അവരെയൊക്കെ നിന്റെ കരുണയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്ത് ഗവൺമെന്റ് പറയുന്നതായ നിയമങ്ങൾ കർത്താവ് ഉത്തരവാദിത്വപൂർവ്വം പാലിക്കുവാൻ ആവശ്യമായ ബോധ്യം നീ ഞങ്ങൾക്ക് നൽകണമേ. ഉത്തമ പൗരന്മാരായി, ദേശത്തിന്റെ പൗരന്മാരായി നിലനിൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ അവിടുന്ന് സഹായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ലോകത്തോടൊക്കെ കർത്താവെ വളരെയധികം കർത്താവെ റിസ്ക് അവരുടെ ജീവിതത്തിലുണ്ടല്ലോ, എങ്കിലും നിന്റെ സാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. ദൈവമായ കർത്താവെ, രോഗ ദുഃഖാദികളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ ഒക്കെ അവിടുന്ന് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, നിന്റെ കരങ്ങളിൽ ആശ്രയിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. നിന്റെ ദൂതന്മാരുടെ കാവൽ കൊണ്ട്, നിന്റെ മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സൂക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവരുടെ ആരോഗ്യത്തിൽ കർത്താവ് ദിനചര്യകളിലൊക്കെ ദൈവികമായ സാന്നിധ്യവും കാവലും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നതായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആശുപത്രികളിലായിരിക്കുന്ന കർത്താവെ ഡോക്ടേഴ്സായിട്ട്, നഴ്സസായിട്ട്, കർത്താവെ ലബോറട്ടറികളിലായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഭവനങ്ങളിൽ സുരക്ഷിതരായിരിക്കുമ്പോൾ അതിന് കഴിയാതെ കർത്താവെ മനുഷ്യരാശിക്ക് വേണ്ടി സേവനം ചെയ്യുന്നതായ കർത്താവെ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയിൽ അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠനത്തിനു വേണ്ടി വിവിധ ഇടങ്ങളിലായിട്ടുണ്ട്. ഞങ്ങളുടെ മുതിർന്നവർ പലരും കർത്താവ് വിദേശങ്ങളിൽ സെറ്റിലായിട്ടുണ്ട്. അവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ്, എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്ത ആകുലതകളും ഭാരങ്ങളും ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാകുന്നല്ലോ. പ്രിയപ്പെട്ടവരെ കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാകുന്നതല്ലോ. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ, കർത്താവ് ചൈനയിൽ, ഓസ്ട്രേലിയയിൽ ഒക്കെ ആയിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യൂറോപ്പിലും അമേരിക്കയിലും മറ്റു ദേശങ്ങളിലൊക്കെയും വല്ലാതെ രോഗം ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ ആശുപത്രികളിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നാഥ. ദയവായി കർത്താവെ, ധൈര്യപൂർവ്വം നിലനിൽപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള ഞങ്ങളുടെ നിരവധി ആളുകളുണ്ട്. കർത്താവെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇരിക്കുവാൻ കഴിയാതെ ഓഫീസിലൊക്കെ യാത്ര ചെയ്യേണ്ട പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലായിരിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്റെ കരുണ കൊണ്ട് നിന്റെ മക്കളെ ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, പഠനത്തിന് വേണ്ടി പോയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഭാരതത്തിന്റെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂര്, പൂനെ, ബോംബെ ഇടങ്ങളിലൊക്കെ പഠനത്തിന് വേണ്ടി കടന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, ജോലിക്ക് വേണ്ടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണുനീരോടെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ കർത്താവെ നിന്റെ കാവൽ ദൂതന്മാരെ അയച്ച് ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് സംരക്ഷണം തീർക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളൊക്കെ എത്രയോ നിസ്സഹായരാണ് എന്ന് ഈ ദിവസം
ദിവസങ്ങളിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, കണ്ണുനീരോടെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ താണിരിക്കുമ്പോൾ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് കരുതുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മറ്റ് പല രോഗങ്ങളിൽ ഈ ദിവസങ്ങൾ ചികിത്സ എടുക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ക്ഷീണിതരായിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിന്റെ കരങ്ങളിൽ തരുന്നു നാഥ. ദയവായ കർത്താവെ, ഈ ലോകത്തിൽ പലവിധങ്ങളായ പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ, ബുദ്ധിമുട്ടുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ തരുന്നു. കർത്താവെ, നിന്റെ സമാധാനവും നിന്റെ ആശ്വാസവും കർത്താവെ നിന്റെ ഇടപെടലുകളും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടെ നൽകുന്നതോർത്ത് നന്ദി കരയറ്റുന്നു. കർത്താവ്, കുടുംബങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെലവഴിപ്പാൻ അവിടെ തരുന്ന സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഫലകരമായി വിനിയോഗിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദയവായ കർത്താവ്, ഈ ലോക്ക്ഡൌൺ നീണ്ടുപോകുമ്പോൾ കർത്താവെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നതായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിതത്തെ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നതായ മുൻപോട്ടുള്ള യാത്രകളിൽ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്ന ഞങ്ങൾ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്റെ ഇടപെടലിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഈ ദിവസങ്ങളിലൊക്കെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന നിരവധി കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്. കർത്താവെ, അവരുടെ വിവാഹമൊക്കെ ദിവസങ്ങൾ നീട്ടിവെക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഉചിതമായ സമയത്ത് നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ദൈവമാണ്. കർത്താവ്, അതിന്റെ ക്രമീകരണങ്ങളിലൊക്കെ തുടർന്നും നിന്റെ കരുണയും കാവലും അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കുന്നു. പ്രത്യേകിച്ച് യാത്രകൾക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ സമാധാനവും അവിടുത്തെ ആശ്വാസവും അവിടുത്തെ വഴി നടത്തലും ഗൈഡൻസും ഒക്കെ അവിടുന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, അങ്ങനെ ഞങ്ങൾ ഇടവകയുടെ എല്ലാ ആവശ്യങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മുൻകാലങ്ങളിൽ ഞങ്ങളെ നയിച്ചിട്ടുള്ളതായ വിവിധ ആളുകൾ കർത്താവെ, പ്രത്യേകിച്ച് പട്ടക്കാർ, ശുശ്രൂഷർ ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, നിന്റെ കരുണയിലും സ്നേഹത്തിലും ഒക്കെ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകമെമ്പാടും അവിടുത്തെ നാമത്തെ ഉയർത്തുവാനായിട്ട് അധ്വാനിക്കുന്ന മിഷണറിമാർക്കായിട്ട് കർത്താവെ, അങ്ങയുടെ അവിടുത്തെ ശ്രേഷ്ഠദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയുടെ ചിറകടിയിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. കർത്താവ്, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ ആരാധകർക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നാഥ. ദയവായ കർത്താവെ, ഞങ്ങളുടെ ആരാധനകളിൽ നീ ഈ ദിവസങ്ങളിൽ പ്രസാദിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവ്, ഞങ്ങൾ ഇടവകയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പല ഭാഗങ്ങളിലുണ്ട്. കർത്താവ്, ഞങ്ങളുടെ മാതാപിതാക്കളായിട്ട്, ഞങ്ങളുടെ സഹോദരങ്ങളായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ കർത്താവെ അവിടുന്ന് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാരത രാജ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്ത് കർത്താവെ ഈ മഹാമാരി വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, നിന്റെ ഇടപെടലിന് വേണ്ടി അപേക്ഷിക്കുന്നു. കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നാഥ. ഭരണകൂടങ്ങൾക്ക് നീ നൽകുന്ന വിവേകത്തിനായിട്ടൊക്കെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ കൂടുതൽ ഫലകരമായി ക്രിയാത്മകമായിട്ട് പ്രവർത്തിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മാനുഷികമായ വിവേകമല്ല, സ്വർഗീയമായ പരിജ്ഞാനത്താൽ, വിവേകത്താൽ നിന്റെ മക്കളെ അവിടുന്ന് സൂക്ഷിക്കുകയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ലോകത്താകമാനമുള്ള സഭകൾക്കായിട്ട്, മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. CSS സഭയെ പ്രത്യേകമായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുമായി സംസർഗത്തിലുള്ള അർത്തോമാ സഭയ്ക്കായിട്ട് വേണ്ടി കർത്താവെ, CNA സഭയ്ക്ക് വേണ്ടി, മെത്തഡിസ്റ്റ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേൽപ്പെട്ടത്തെ സമൂഹത്തെയും പട്ടത്തെ സമൂഹത്തെയും അൽമായ സമൂഹത്തെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ തരുന്നു നാഥ. ദൈവമായ കർത്താവെ, പലയിടങ്ങളിലായി ഞങ്ങളോട് പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ ഞങ്ങളെ കൈവിടാത്തതായ ദൈവമാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞങ്ങളുടെ പടക് വല്ലാതെ ആടി ഉലയുമ്പോൾ കർത്താവെ, നിന്റെ കരുണയും നിന്റെ സാന്നിധ്യവുമാണല്ലോ ഞങ്ങളെ നിലനിർത്തുന്നത്. കർത്താവ്, ഈ ലോകത്തിൽ നിലനിൽക്കുവാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു അർഹതയും യോഗ്യതയുമില്ല. എങ്കിലും കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയതായ ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കരം പിടിച്ചതായ ദൈവമുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ നടത്തിയതായ ഒരു ദൈവമുണ്ട് നാഥ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, ഞങ്ങളുടെ ദൈവം അന്ത്യത്തോളം വഴി നടത്തുവാൻ മതിയായവനാണ് എന്ന് വിശ്വസിക്കുവാൻ കർത്താവെ, നിന്റെ കരങ്ങളിൽ നീ ഞങ്ങളെ കാത്തിടും എന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ആപത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, രോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഭാരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ഈ പ്രയാസങ്ങൾ കൈവിടുന്നതായ ഒരു ദൈവമല്ല. കണ്ണുനീരിന്റെ താഴ്വര ഞങ്ങൾക്കില്ല എന്ന് അവിടുന്ന് പറയുന്നില്ല. കണ്ണുനീർ താഴ്വര ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്.
കരയുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവേ. എന്നാൽ ഈ കണ്ണുനീരിന്റെ താഴ്വരയിലും ഞങ്ങൾ കരയുന്ന നിമിഷങ്ങളിലും ഞങ്ങളെ കൈവിടാത്തതായ ഒരു ദൈവം ഞങ്ങൾക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഈ ലോക ജീവിത യാത്രയിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുണ്ട്, തിരമാലകളുണ്ട്. അത് ഞങ്ങളുടെ പടകിൽ വന്ന് ആഞ്ഞടിക്കുന്ന നിമിഷങ്ങളുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു നാഥ. എന്നാൽ ഈ നിമിഷങ്ങളിലും ഞങ്ങളുടെ പടകിന്റെ ചാരയുള്ളതായ ഒരു കർത്താവ്, ഞങ്ങളുടെ പടകിൽ കർത്താവെ തലവച്ചുറങ്ങുന്നതായ ഒരു ദൈവം കർത്താവെ, അവനാണ് ഞങ്ങളുടെ ആശ്രയം, അവനാണ് ഞങ്ങളുടെ അഭയം. നല്ലവനായി വല്ലഭനായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴിനടത്തുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന അപ്പന്റെ സന്നിധിയിലേക്ക് കണ്ണുനീരോടെ ഞാൻ കടന്നു വരുന്നു നാഥ. കർത്താവെ, നിന്നിലുള്ള വിശ്വാസം വിട്ടുകളയുന്ന നിമിഷങ്ങളല്ല, മറിച്ച് നാഥ നിന്നിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി സമർപ്പണത്തോടെ തളരാതെ പതറാതെ വിശ്വാസയാത്രയിൽ മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണിൽ നിന്നും വീഴുന്നതായ കണ്ണുനീരിന് കണക്കുണ്ട് നാഥ. കർത്താവെ, നിന്റെ സന്നിധിയിൽ അതൊക്കെയും എണ്ണപ്പെട്ടിരിക്കുകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നാഥ. കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങളെ ഭരമേൽപ്പിക്കുന്നു, ഞങ്ങളുടെ നൊമ്പരങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് ഭരമേൽപ്പിക്കുന്നു. പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആലോചനകളെയും ഞങ്ങളുടെ രോഗഭയത്തെയും കർത്താവിന്റെ മൃത്യുഭയത്തെയും ഒക്കെ നിന്റെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ആശ്രയം വയ്ക്കാതെ നിന്റെ മുറിഞ്ഞ മാറിൽ ചാരി ജീവിപ്പാൻ ആവശ്യമായ ബലം ഈ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ ആത്മനിറവിൽ നീ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി നമ്മെയും നമ്മുടെ ആവശ്യങ്ങളെയും നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെയും ഈ ജീവിതത്തെയും കർത്താവെ, പ്രത്യേകിച്ച് ഈ COVID-19 പശ്ചാത്തലത്തിൽ ദുഃഖത്തിലും പ്രയാസങ്ങളിലുമായിരിക്കുന്ന നമ്മുടെ സകല സമൂഹത്തെയും മാനവജാരാശിയെയും ദൈവകരങ്ങളിലേക്ക് ഈ നിമിഷം ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പടകിൽ ഞങ്ങളോട് ചേർന്നിരിക്കുന്ന ദൈവം, ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നതായ ദൈവം, ഞങ്ങളുടെ അഭയമായ കർത്താവ്, മുറിവേറ്റതായ കരം കൊണ്ട് ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നുള്ളത് ഉറപ്പിലും വിശ്വാസത്തിലും നമ്മുടെ സമസ്ത പ്രാർത്ഥനാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എന്നെ കൈവിടാത്ത, സാധുവായി എന്നെ കൈവിടാത്തതായ ഒരു ദൈവം എനിക്കുണ്ട്. ഈ സാധുവായി എന്നെ ജീവിത വഴിയിൽ നടത്തുവാനായിട്ട് നീ മതിയായവരാണെന്നുള്ള ഉറപ്പിലും വിശ്വാസത്തിലും പൂർണ്ണമായി ദൈവകരങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് കണ്ണുനീരോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാം. ഒരു നിമിഷം നമ്മുടെ ഈ ഭാരങ്ങളെയൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ മൗനമായി നമുക്ക് ഇറക്കി വയ്ക്കാം. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ ആപത്തിലോ ലോകത്തിലോ ആപത്തിലോ ലോകത്തിലോ സാധു എന്നെ കൈവിടാതെ നടത്തിയിരുന്നു. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ല കൈവിടില്ല കർത്തരന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധു എന്നെ കൈവിടാതെ കൊടും കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും. നേരമെന്റെ ചാരയുണ്ട്
വീഴാതെ നാഥനെന്നും കോലത്തിരുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നുവന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സഭയെയും അന്ധകാരത്തിൽ കണ്ടുപോയ ഈ ലോകത്തെയും നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുരിശിന്മേൽ അവിടുന്ന് വിരിച്ചു പിടിച്ചതായ കരങ്ങൾ ഈ ലോകത്തിനുമേൽ കർത്താവെ സമാധാനമായി ആശ്വാസമായി നീട്ടപ്പെട്ട കരങ്ങളാണല്ലോ. ആ കരങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവിന്റെ മാറിൽ നിന്ന് പ്രവഹിച്ചതായ രക്തവും ജലവും ഈ ലോകത്തിനുള്ള സൗഖ്യദായകമായ ഔഷധമായിരുന്നല്ലോ. കർത്താവെ, അതിന്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ വരുന്നു. നിന്റെ തങ്കച്ചോരയാൽ അവിടുന്ന് ഈ ലോകത്തെ ഒന്ന് കഴുകി വിശുദ്ധീകരിച്ച് കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്ന ഒരു മനസ്സോടെ ഞങ്ങൾ കഴിച്ചതായ ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ ജീവിതത്തിന് ഈ ലോകത്തിന്റെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണം. നിന്റെ നന്മകളാൽ ഞങ്ങളെ പൊതിയുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സകല നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് പൊതുവിലുള്ളതായ സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലജനങ്ങളുടെയും പിതാവേ, അയോഗ്യരായ സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും മാതൃകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മൂലം ലോകത്തെ വിരുദ്ധ ചൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിന് നിന്നെ സേവിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോട് നീതിയോട് നിന്റെ മുമ്പാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലകളെയും കുറിച്ചതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവിടെ നിനക്ക് പരിശുദ്ധാത്മാവും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവർ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് നിരടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെ ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊണ്ടവർ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്കിലും സമാധാനവും സംപ്രീതി വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ ജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അതെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഈ വിശുദ്ധ ആരാധന സംബന്ധിച്ച എന്നോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഭവനങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കാൻ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നമുക്ക് ചുറ്റുപാടുകൾ ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നതായ വാർത്തകൾ നമുക്ക് അത്രത്തോളം ശുഭകരമല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ഗവൺമെന്റിൽ നിന്നൊക്കെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുവാനും ഭവനങ്ങളിൽ തുടരുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, അതാണല്ലോ ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്നതായ വാക്കുകൾ. അതുപോലെ തന്നെ ഭവനങ്ങളിൽ തുടരുവാനായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കുവാനായിട്ടും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നുവെങ്കിൽ പ്രത്യേകമായിട്ട് അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ, എസൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ മരുന്നുകൾ കിട്ടുന്നതിനുള്ളതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുവെങ്കിൽ ദയവായിട്ട് അത് അറിയിക്കണമേ. ആവുന്ന വിധത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുന്നതാണ്. മരുന്നുകളൊക്കെ ഈ ദിവസങ്ങളിൽ പലരും എടുക്കുന്നവരാണ്, കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത്
മുടക്കം വരാതെ നിങ്ങളത് കഴിക്കുകയും നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ എസൻഷ്യൽ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ മരുന്നുകൾ ലഭ്യമാകുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കുകയാണെങ്കിൽ കഴിയുന്ന വിധത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അതിനുള്ളതായ സന്നദ്ധത നമ്മുടെ പലർക്കും സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് എത്തരത്തിൽ സഹായങ്ങൾ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ അറിയിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ രാജ്യം ലോക്ക്ഡൌണിലേക്ക് പോയിട്ട് ഏകദേശം 1.5 മാസത്തോളം ആകുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വളരെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. ദയവായിട്ട് അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ സഹായിക്കാൻ സാധ്യതയുള്ളവർ നിങ്ങളും എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാട്ടിൽ നിന്നൊക്കെ പല ആളുകൾ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയുമോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ദയവായിട്ട് ഈ സമയത്ത് നമ്മുടെ സഹോദരങ്ങളെ കരുതുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ചിലരൊക്കെ അത്തരത്തിൽ ഈ ദിവസങ്ങളിൽ ചെയ്തതോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. തുടർന്നും ചില ആളുകളൊക്കെ വിളിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ ലഭ്യമാകുമെന്ന് അന്വേഷിച്ച്. അത്തരത്തിൽ നമ്മുടെ കൂട്ടുവിശ്വാസികളെ സഹായിക്കുവാൻ താല്പര്യമുള്ള ആളുകളും ദയവായിട്ട് എന്നെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളതായ സാവകാശം ഒരുക്കുന്നതായിരിക്കുമെന്ന് പ്രത്യേകം നിങ്ങളോട് അറിയിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ദേശത്ത് ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യത്വമോർത്ത് ഈ ദിവസങ്ങളിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതായ ഒരു സാഹചര്യമാണല്ലോ. അത്തരത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും ആവശ്യപ്പെടാതെ തന്നെ ഈ ദിവസങ്ങളിൽ പലരും ദേവാലയത്തിലുള്ള ഓഫട്രി, സെൽഫ് ഡിനൽ ഓഫട്രി ഒക്കെ പലരും ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ആരോടും ആവശ്യപ്പെട്ടിട്ടല്ല പലരും അത് ചെയ്തത്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആർക്കും താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങളുടെ ഓഫട്രിയും നിങ്ങളുടെ സെൽഫ് ഡീൽ ഓഫട്രി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ സഭയിലേക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ അതിനെയും സ്വാഗതം ചെയ്യുന്നു. അത്തരത്തിൽ നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഓർക്കുക, പ്രശ്നങ്ങളിൽ പ്രയാസങ്ങൾ ഇരിക്കുന്ന ചുറ്റുപാടുകളെ കരുതാനുള്ള ഒരു സമയം കൂടിയാണ്. അത് ഏറ്റെടുത്ത് ചെയ്യുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഭവനങ്ങളിൽ സുരക്ഷിതരായിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, കൂടുതലായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, വചനം പഠിക്കുവാൻ, പ്രാർത്ഥനയിൽ ബലപ്പെടുവാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരാഴ്ചവട്ടക്കാലം, പ്രാർത്ഥനയുടെ ഒരാഴ്ചവട്ടക്കാലം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.